നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന സലീം കുമാറിൻ്റെ ഈ ചിരിയില്ലാത്ത ഒരു മുഖം, അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ വയ്യാത്ത ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വയ്യാത്ത ദൃശ്യങ്ങളിലും മുഖത്ത് നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ സങ്കടം തോന്നുന്ന ഒരു ചിരി, നമ്മുടെ പ്രിയപ്പെട്ട നടൻ വയ്യാതായല്ലോ എന്ന് ആ സമയത്ത് തോന്നുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ഒരു വിരിഞ്ഞ ചിരി, ഈ ചിരി ഒരു വികസന പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ചിരി ഒരു വികസന പ്രവർത്തനമാണ്. 2.5 ഇഞ്ച് ചുണ്ടിനെ 4.5 ഇഞ്ചാക്കി മാറ്റുന്ന വലിയൊരു വികസന പ്രവർത്തനമാണ് എന്നാണ് സലീം കുമാർ ആ ചിരിയെ തന്നെ. എല്ലാത്തിനും അദ്ദേഹത്തിനൊരു ഒരു കൈൻഡ് ഓഫ് ഫിലോസഫി ഉണ്ട്, പറയുന്നതിലൊക്കെ ഒരു ഫിലോസഫി ഉണ്ട്. നമുക്ക് തോന്നും അത് കേവലം 3 4 അപ്പോൾ ഇവൻ ഡയലോഗ് ഇപ്പോൾ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു രണ്ടാമത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഡയലോഗായിരുന്നു. അത് സംവിധായകൻ്റെ താല്പര്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ ചേർത്ത് ആ സീനിൻ്റെ മൊത്തത്തിലുള്ള എസൻസായി മാറിയ സത്തയമാരോ ഒരു ഡയലോഗായിരുന്നു. അതിൽ പോലും ആലോചിച്ചാൽ അതിനകത്തൊരു ജീവിതത്തിൻ്റെ വലിയൊരു ഫിലോസഫി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകൾ ആലോചിച്ചാലും അത് ചിലപ്പോൾ ഒരു സാധാരണ 1-2 വാക്കുകൾ ആണെങ്കിൽ കൂടിയും അത് അദ്ദേഹത്തിൻ്റെ അവതരണത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതിന് മറ്റൊരാഴം എന്തായാലും കയറി. ഇതൊക്കെ എന്ത് ഇപ്പോൾ കണ്ണൻ സറാങ്ക് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ 2 വാക്കേ ഉള്ളൂ. ആകെ ഇതൊക്കെ എന്ത് 2 വാക്കേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഞെളിവിരിയൽ, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒരു ഭാവം, അതൊക്കെ ചേർത്തിട്ടാണ് ഇതൊക്കെ എന്ത് എന്ന് പറയുമ്പോഴേക്കും അത് നമ്മളിലേക്ക് ചിരി പടർത്തുന്നത്. മറ്റൊരു നടൻ ചിലപ്പോൾ ആ വാക്ക് പറഞ്ഞാൽ അത്രത്തോളം ചിരി വരുന്ന വാക്കുകളല്ല യഥാർത്ഥത്തിൽ അത്. പക്ഷേ അത് സലീം കുമാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥാപാത്രമാക്കി മാറ്റുന്ന കഥാപാത്രമാണ്. അപ്പം മായാവിയിൽ തന്നെ കണ്ണൻ സറാങ്ക് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ വലിയ റോളിലേക്കുണ്ടായിരുന്ന ഒരു കഥാപാത്രമല്ലെന്നും ഗിരി എന്ന് പറയുന്ന സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതെന്നും പിന്നീടാണ് ഈ കഥാപാത്രത്തിലേക്ക് വരുന്നത്. പക്ഷേ ആ കഥാപാത്രം സലീം കുമാർ ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് ആ കഥാപാത്രം പിന്നെയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട കൂടുതൽ ഡയലോഗുകൾ അതിലേക്ക് വരികയും ഒരുപക്ഷെ മമ്മൂട്ടി അവതരിപ്പിച്ച മായാവിക്ക് മുകളിലേക്ക് ആ കഥാപാത്രം പോയി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ പറയുന്ന പല ഡയലോഗുകളിലും ഇപ്പോൾ നേരത്തെ ഒരു പ്രേക്ഷകനാണോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, പേടിക്കണ്ട ഓടിക്കോ എന്ന് പറയുന്ന ഹലോ എന്ന സിനിമയിലെ ഡയലോഗാണെന്നുള്ള കാര്യം. പെട്ടെന്ന് ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് ചിലപ്പോൾ നമുക്ക് കിട്ടില്ലായിരിക്കാം. ആ സിനിമ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, സിനിമ ഒരുപക്ഷെ അങ്ങനെ ഹിറ്റ് സിനിമയായിട്ടുണ്ടാവിരിക്കാം. പക്ഷേ അതിൽ സലീം കുമാർ പറയുന്ന ഡയലോഗ് അത് ബമ്പർ ഹിറ്റായ അങ്ങനെ ഡയലോഗുകൾക്ക് തന്നെ കുറേയധികം സാക്ഷ്യങ്ങൾ എന്തായാലും ഉണ്ട്. അതുമാത്രമല്ല, നമ്മളീ പറയുന്ന തമാശ ഡയലോഗുകൾ മാത്രമല്ല, ഇനി ഗൗരവത്തിലേക്ക് സ്വഭാവം നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ സലീം കുമാറിൻ്റെ ചലച്ചിത്ര ജീവിതം 2 ഖണ്ഡങ്ങളായി മാറ്റാം. ആദ്യ കാണ്ഡത്തിൽ അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് ആണ് ഹാസ്യ കഥാപാത്രങ്ങൾ, 2ാം ഭാഗത്ത് അച്ഛനുറങ്ങാത്ത വീടിലൂടെ ഒരു വലിയ ബ്രേക്കിലേക്ക് പോകുന്നു സലീം കുമാർ. അതുവരെ നമ്മൾ കണ്ട അഭിനയ ശരീരത്തിൽ നിന്നും അഭിനയ രീതികളിൽ നിന്നും വല്ലാതെ മാറി നമ്മളെ കരയിപ്പിക്കുന്ന, അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന, അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, ഹൃദയവേദന തരുന്ന സ്വഭാവം നടന്ന കഥാപാത്രങ്ങളിലേക്ക് അത് പോകുന്നു. അത് കോടതിമുറി രംഗങ്ങളാണെങ്കിൽ കൂടിയും നമുക്ക് സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന കോടതിയിൽ പറയുന്ന വക്കീലിൻ്റെ നമുക്ക് ധാർമ്മിക രോഷത്തോടൊപ്പം തന്നെ സങ്കടവും വേദനയും ഒക്കെ തരുന്ന ഡയലോഗ് ഡെലിവറി സലീം കുമാർ സ്വന്തമായിരുന്നു. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയാണെങ്കിൽ പോലും ഹജ്ജിന് പോകാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ദമ്പതികൾ അതിൽ അത്തർ വിൽക്കുന്ന, അത്തറൊന്നും ഇക്കാലത്ത് അധികം വാങ്ങാത്ത സംവിധാനമാണ്. അപ്പോൾ അത്തർ അങ്ങനെ ആരും വാങ്ങാത്ത അത്തർ വിറ്റ് ഈ പറയുന്ന ശുദ്ധമായ പൈസ, കള്ളവും കളങ്കവും വഞ്ചനയും ഇല്ലാത്ത ശുദ്ധമായ പൈസ ഉണ്ടാക്കാൻ മരം വെട്ടി വിൽക്കുന്ന, ഏറ്റവും ഒടുവിൽ അത് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സങ്കടത്തോടുകൂടി നമുക്ക് അടുത്ത വർഷം പോകാം എന്ന് പറയുന്നതൊക്കെ എന്തൊരു വൈകാരികമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച, എന്തൊരു പക്ഷേ അതിൻ്റെ മതപരമായ പരിസരം അറിയാത്തവരിലേക്ക് പോലും അതിൻ്റെ വൈകാരികത എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ കിടക്കുന്ന ഒരു മഹാനടനാണ്. ആ നടൻ അദ്ദേഹത്തിൻ്റെ അവസാന ഉറക്കത്തിലാണ്, യാത്രയാവുകയാണ്, ഈ ഭൂമി വിട്ട് പോവുകയാണ്. അത് ഒരുപാട് പേരെ സങ്കടപ്പെടുത്തിയും തീർത്താൽ തീരാത്ത വിടവ് ബാക്കി വെച്ചുമാണ് യാത്ര എന്ന തർക്കം വേണം. നമ്മൾ ആലങ്കാരികമായി പറയുന്ന ഒന്നല്ലാതെ ഒരുപക്ഷെ പലരും മരിക്കുമ്പോൾ തീർത്താൽ തീരാത്ത വിടവ് എന്ന് ആലങ്കാരികമായി പറയുമെങ്കിലും ഇതങ്ങനെയല്ല. ഇത് തീർത്താൽ തീരാത്ത വിടവ് തന്നെയാണ്. ആ സിംഹാസനം ഒഴിഞ്ഞു വെച്ച് തന്നെയാണ് സലീം കുമാർ പോകുന്നത്. അത് സിനിമയിലെ അദ്ദേഹത്തിൻ്റെ മഹാപ്രതിഭ കൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി, അത് ഐഡിയോളജി ആയിക്കോട്ടെ, അദ്ദേഹം സമൂഹ പ്രശ്നങ്ങളെടുക്കുന്ന നിലപാടുകളാവട്ടെ, നേർക്കുനേർ പറയണ്ട. ഇപ്പോൾ നേരത്തെ ഒരു കോളേജിലെ കുറച്ച് കുട്ടികൾ കോളേജിൽ അവതരിപ്പിച്ച പരിപാടിയുടെ പേരിൽ ചില വിമർശനങ്ങൾ കേട്ടപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ഒരു തൊപ്പിയൊക്കെ വന്നിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തൊട്ടാൽ പൊള്ളിയേക്കാവുന്ന വിഷയം പോലും അതിൻ്റെ സത്യമുണ്ടെങ്കിൽ, ധർമ്മമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ സലീം കുമാറിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യർ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിൽ നിലപാട് കൊണ്ടുകൊണ്ടും മുഴക്കമുള്ള ശബ്ദമായി സലീം കുമാർ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന ഒരു തർക്കം വേണ്ട. അദ്ദേഹത്തിൻ്റെ ആ കുടുംബം തന്നെയായിരുന്നു സലീം കുമാറിനെല്ലാം. ചന്തു സലീം കുമാർ ഇപ്പോൾ ഇൻ്റർവ്യൂകളിലൊക്കെ സലീം കുമാറിനെ പറ്റി പറയുന്നത്
സലീംകുമാർ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ്. അച്ഛനെ പറ്റി പറയുന്നതൊക്കെ നോട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വഴിവെട്ടി വന്ന വഴിയും അദ്ദേഹത്തിന് കിട്ടിയ ശകാരങ്ങൾ, പക്ഷേ ധ്യാൻ ശ്രീനിവാസനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ വേറെ രീതിയിൽ തന്നെയാണ് ധ്യാൻ അവതരിപ്പിക്കുന്നത്. ധ്യാനിന് അച്ഛൻ്റെ അതേ ട്രേറ്റുകൾ, അച്ഛൻ്റെ അതേ ഹ്യൂമർ സെൻസ് ഒക്കെ അതേപോലെ കിട്ടിയിട്ടുണ്ടോ പറയുന്ന നമുക്ക് കേട്ടിരിക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്. അച്ഛൻ തിരിച്ചും ഇപ്പോൾ സലീംകുമാർ ചന്തുവിനെ പറ്റി പറയുന്നതും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യനായിരുന്നു സലീംകുമാർ. ഉറപ്പായും ആ സലീംകുമാറിൻ്റെ അങ്ങേയറ്റം ആകസ്മിക വിടവാങ്ങൽ ആ കുടുംബത്തിന് താങ്ങാവതല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കങ്ങൾ വേണ്ട. പിന്നെ നേരത്തെ SK തുടക്കത്തിൽ പറയുന്ന പോലെ മനുഷ്യൻ ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. എങ്കിൽ കൂടിയും 57ാമത്തെ വയസ്സിലെ മഹാനടൻ്റെ വിടവാങ്ങൽ അതൊരു ആകസ്മിക വിടവാങ്ങലായിപ്പോയി, വളരെ നേരത്തെയായിപ്പോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രജിൻ സി കണ്ണൻ കൂടി ചേരുന്നു. പ്രജിൻ, ടൗൺ ഹാളിൽ പൊതുദർശനം തുടങ്ങിയിട്ട് മണിക്കൂറുകളാവുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പെരുമഴയാണ്, മഴയെ അതിജീവിച്ചും അങ്ങോട്ടേക്ക് അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തുകയാണ്. പ്രജിൻ. തീർച്ചയായിട്ടും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു നാട് ഒന്നാകെ, അതിപ്പോൾ ഈ പറവൂരുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നായി നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേരുണ്ട്. ഈ ഹാളിന് പുറത്ത് ഒരുപാട് നേരമായി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. കൃത്യമായി തിരക്കില്ലാതെ തന്നെ എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിയണം എന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ആ രീതിയിൽ പോലീസുണ്ട്. ഇവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ടാണ് ഇത്തരം ക്രമീകരണങ്ങളെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നായി പുറത്ത് കാത്തുനിന്നിരുന്ന ഒരുപാട് പേർ അകത്തേക്ക് വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ സലീംകുമാറിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ സലീംകുമാറിൻ്റെ ഈ മുഖം കാണുമ്പോൾ ഓർമ്മ വരിക ആ നിറഞ്ഞ ചിരി മാത്രമാണ്. എന്നും ചിരിയോടുകൂടി മാത്രം നമ്മൾ കണ്ട സലീംകുമാർ ഇപ്പോൾ അന്ത്യനിദ്രയിലാണ്. ഇനി ഒരിക്കലും ആ ചിരി നമുക്ക് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം ബാക്കി വെച്ചു പോകുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങളുണ്ട്. ഒരുപാട് ചിരികൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒപ്പം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ മുഖങ്ങളിലൂടെ സലീംകുമാർ ഇനിയും ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യും. മലയാളികൾക്ക് എന്നും ഓർക്കാവുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച, വെള്ളിത്തിരയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ പകർന്നാടിയ അഭിനേതാവാണ് വിടവാങ്ങി പോകുന്നത്. നേരത്തെ ഹാഷ്മി പറഞ്ഞ 2 കഥാപാത്രങ്ങളെ പറയുകയാണെങ്കിൽ, അതിനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, എന്താണ് സലീംകുമാർ എന്ന നടൻ്റെ അഭിനയത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നാട്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് ഡെപ്ത് എത്രമാത്രമുണ്ട് എന്ന് ആ 2 കഥാപാത്രങ്ങളെ മറ്റൊരു കോണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ ആദ്യം പറയുന്നത് മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്. വളരെ സരസനായ, എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ധമാണ്. കാരണം ആ കഥാപാത്രത്തിന് കേസുകളില്ല, വല്ലപ്പോഴും കിട്ടുന്ന കേസുകൾ മാത്രമാണ് ആകെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ മീശമാധവൻ എന്ന കഥാപാത്രം അവർക്ക് ദിലീപിൻ്റെ കഥാപാത്രമാണ്. പോലീസിൽ നിന്നും ജാമ്യത്തിലിറക്കാൻ പോകുന്ന രംഗം, അതൊരു വളരെ ക്രൂഷ്യൽ സീനാണ് ആ സിനിമയിലെ. മാത്രവുമല്ല ഏറെ കയ്യടി നേടുന്ന, അതായത് ഹീറോയേക്കാൾ കയ്യടി നേടുന്നുണ്ട് അവിടെ സലീംകുമാറിൻ്റെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം. പക്ഷേ വളരെ ഹാസ്യരൂപേണയാണ് ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അവിടെ ഈ വക്കീൽ പോയിന്റുകൾ പറയുന്നുണ്ട്, ഒപ്പം തന്നെ വകുപ്പുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് SIയെ പേടിപ്പിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവഗാതികൾ, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ രീതി, ഡയലോഗ് ഡെലിവറി, ഇതെല്ലാം മറ്റൊരു രീതിയിലാണ്. അത് കാണുന്ന ആർക്കും ചിരിക്കാതെ ആ സീൻ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഡയലോഗെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ശേഷം കൈതടിക്കുന്ന ഒരു സോഡാ കുപ്പി പൊട്ടിച്ച് അതിലെ സോഡ വെള്ളം കുടിക്കുന്നൊരു സീൻ, അതിലാണ് ആ സീൻ അവസാനിക്കുന്നത്. അപ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരും ഒപ്പം പ്രേക്ഷകരും ഒരുമിച്ച് കൈയടിച്ചു പോകുന്നത്. ആ സീൻ അവിടെ നിൽക്കട്ടെ. ഇനി ഇതേ പേരിലുള്ള മറ്റൊരു കഥാപാത്രമുണ്ട്. ആ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയല്ല, അഡ്വക്കേറ്റ് മുകുന്ദൻ. ആ കഥാപാത്രം ക്വീൻ എന്ന സിനിമയിലാണ്. അത് അഡ്വക്കേറ്റാണ്. പക്ഷേ അവിടെ ഒരു കോടതി മുറിയിലെ വക്കീലിൻ്റെ വാദം, അതാണ് രംഗം. അവിടെ നമുക്ക് മറ്റൊരു സലീംകുമാറിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ ഗൗരവമേറിയ വിഷയത്തിൽ ജഡ്ജിയോട് ചോദ്യങ്ങൾ എറിയുന്ന, വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ സംസാരിക്കുന്ന, ഒരുപാട് വകുപ്പുകളെക്കുറിച്ചും സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന അഡ്വക്കേറ്റ് മുകുന്ദൻ. അവിടെ നമ്മൾ നേരത്തെ കണ്ട അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അല്ല സലീംകുമാർ. തീർത്തും മറ്റൊരു അഡ്വക്കേറ്റായി മാറുന്ന ഒരു പരകായ പ്രവേശം. അതായത് ഒരേ കഥാപാത്രമല്ല, ഒരേ ആളാണ്, പ്രൊഫഷൻ ഒന്നാണ്, വക്കീലാണ്. പക്ഷേ 2 കഥാപാത്രങ്ങൾക്കും 2 രീതിയിലുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ, ആ ഡയലോഗ് പറയുന്ന രീതി, അതായത് ആ പ്രസൻറ്റേഷൻ സ്കില്ലിലാണ് പലപ്പോഴും സലീംകുമാറിനെ ഈ മലയാള സിനിമ ആസ്വാദകരുമൊക്കെ വരച്ചിടുന്നത്. കാരണം അത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻ പ്രത്യേകമായ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിരി അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ മോഡുലേഷന് മാത്രമല്ല, ഈ ഡയലോഗ് ഡെലിവറി, അതിൻ്റെ ത്രോ, അത് സലീംകുമാർ കൊടുക്കുന്ന രീതി അത് ആർക്കും അനുകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ കഥാപാത്രങ്ങളെ വേറിട്ടതാക്കുന്ന ഒരു നടനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഇനി ഇതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹാഷ്മി, അതുകൂടി പറയാം. അത് വളരെ ചെറിയ
ഭാവം മാറ്റത്തിലൂടെ കൂടി പ്രേക്ഷകരിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രസം സന്നിവേശിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു മഹാനടന്റെ ലക്ഷണങ്ങളാണ് എന്ന് തീർത്തും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.